നമസ്കാരം. നാട്ടിലോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഇക്കുറിയും വിമത ശല്യമാണ് മൂന്ന് മുന്നണികളെയും ഒരുപോലെ വലയ്ക്കുന്ന ഘടകം. വിമതന്മാരെ പിൻവലിപ്പിക്കാൻ അവസാന നിമിഷത്തിലും നേതൃത്വങ്ങൾ ഇടപെട്ട് വലിയ ശ്രമങ്ങൾ നടന്നെങ്കിലും കാര്യമായ ഫലമൊന്നും കണ്ടിട്ടില്ല. കൊച്ചി കോർപ്പറേഷനിൽ 9 വാർഡുകളിലാണ് കോൺഗ്രസ് വിമതന്മാർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-നും UDF-നും ഒരുപോലെ വിമത ശല്യമുണ്ട്. പാലക്കാട്, മണ്ണാർക്കാട് പാർട്ടിക്കെതിരെ പോരിനുറച്ചാണ് PK ശശി അനുകൂലികളുടെ നീക്കം. ഇതൊക്കെയാണ് ഇന്നത്തെ സാഹചര്യം. വിശദമായി തന്നെ നോക്കാം. ആദ്യം തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം നഗരസഭയിൽ വിമത ശല്യത്തിൽ വലഞ്ഞ് UDF-ഉം LDF-ഉം കോൺഗ്രസിനെ 7-ഉം CPM-ന് 5 വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികളുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDF സ്ഥാനാർത്ഥികൾക്കെതിരെ ഉറച്ചു നിൽക്കുകയാണ്. നേതാക്കളുടെ ആത്മഹത്യയും പാർട്ടി പ്രശ്നങ്ങളുമാണ് BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഘടകം. വിവരങ്ങളുമായി നമുക്കൊപ്പം VV അരുൺ ചേരുകയാണ്. അരുൺ, രണ്ട് മുന്നണികളെയും പ്രധാനമായും വലയ്ക്കുന്നത് വിമത ശല്യം തന്നെയാണ്. BJPക്കും മറ്റ് ഈ ആത്മഹത്യ ഉൾപ്പെടെ ഉയർത്തിയ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. എന്താണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ചിത്രം? വിമതന്മാരുടെ കാര്യത്തിൽ ഇത്തവണയും UDF പിന്നിലല്ല. തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും അധികം വിമത സ്ഥാനാർത്ഥികളുള്ളത് UDF-ലാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിനാണ്. കാച്ചാണി, ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ടുകടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, മണ്ണന്തല വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വിമതനുണ്ട്. കഴക്കൂട്ടത്തെ വിമതൻ അവസാന ഘട്ടത്തിൽ പിന്മാറുകയായിരുന്നു. വിഴിഞ്ഞത്ത് 2 വിമതരുണ്ടായതിൽ ഒരാളും പിന്മാറി. പല വാർഡുകളിലും ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും UDF കോൺഗ്രസ് വിമത ശല്യം നേരിടുന്നുണ്ട്. അവരെ പിന്മാറ്റാൻ അവസാന ഘട്ടത്തിലും കോൺഗ്രസിന് കഴിഞ്ഞില്ല. 5 ഇടങ്ങളിലാണ് കേരള കോൺഗ്രസ് ജോസഫ് തിരുവനന്തപുരം നഗരസഭയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. പാളയം, കഴക്കൂട്ടം, ഫോർട്ട്, സൈനിക സ്കൂൾ, വിഴിഞ്ഞം വാർഡുകളിലാണ് കേരള കോൺഗ്രസ് ജോസഫിന്റെ വിമത ശല്യം UDF-ന് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ CPM-ഉം വിമത ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ്. CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട വാർഡുകളിൽ വിമത ശല്യം CPM-നും വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. പല ഇടപെടലിലൂടെ CPM വിമതരെ പിന്മാറ്റാൻ അവസാന ഘട്ടം വരെയും ശ്രമിച്ചുവെങ്കിലും അത് നടന്നിട്ടില്ല. ഏറ്റവും പ്രധാനം ഉള്ളൂർ വാർഡിലാണ്. ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫാണ് അവിടെ CPM-ന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട കാച്ചാണിയിലും അതുപോലെ വാഴോട്ട് കോണത്തും വിമത സ്ഥാനാർത്ഥികൾ CPM-ന് വെല്ലുവിളിയാണ്. വിഴിഞ്ഞത്തും CPM-ന് മുൻ കൗൺസിലർ വിമത സ്ഥാനാർത്ഥിയിൽ നിന്ന് വെല്ലുവിളി ഉയർത്തുന്നു. തിരുവനന്തപുരം നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥിയുണ്ട്. 5-ാം വാർഡിൽ അവിടെ റിബൽ സ്ഥാനാർത്ഥി ഔദ്യോഗിക സ്ഥാനാർത്ഥി ഹരികൃഷ്ണൻ നായർക്കെതിരെ അനിൽകുമാറാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയും റിബൽ സ്ഥാനാർത്ഥിയും കൈപ്പത്തി ചിഹ്നം വെച്ച് തന്നെ പ്രചരണം ആരംഭിച്ച എന്ന അപൂർവത കൂടി അവിടെ കോൺഗ്രസിന് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട്. അതുപോലെ BJPക്ക് ആ രീതിയിൽ വിമത ശല്യം പറയാനില്ലെങ്കിലും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് BJPയെ വലയ്ക്കുന്നത്. മുൻ കൗൺസിലർ തിരുമല അനിലിന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, RSS പ്രാദേശിക നേതാവ് കൂടി ആനന്ദ് കെ തമ്പിയുടെ മരണം, അതുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളുമൊക്കെ BJPയും വലയ്ക്കുന്നുണ്ട്. അങ്ങനെ 3 മുന്നണികളും പ്രശ്നത്തിലാണ്. ഈ അവസാന ഘട്ടം നഗരസഭയിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ വാർഡുകളിലും വിമത ശല്യവും ഇതിനപ്പുറത്തേക്കുള്ള അപര സ്ഥാനാർത്ഥികളുടെ ശല്യവുമെല്ലാം മുന്നണി സ്ഥാനാർത്ഥികൾ നേരിടുന്നുണ്ട്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതാണ് തിരുവനന്തപുരത്തെ ചിത്രമെങ്കിൽ നമുക്ക് കോട്ടയത്തേക്ക് പോകാം. കോട്ടയം നഗരസഭയിലും ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, പാലാ നഗരസഭകളിലും ഇരു മുന്നണികൾക്കും ഭീഷണി ഉയർത്തുകയാണ് വിമതർ. കരൂർ, ഐമനം, ആർപ്പൂക്കര, എരുമേലി, മൂന്നിലവ് പഞ്ചായത്തിലും വിമതൻ 2ഉം കൽപ്പിച്ച് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പാമ്പാടി ബ്ലോക്കിൽ കോൺഗ്രസ് വിമതൻ റെജി M ഫിലിപ്പോസ് പിൻവാങ്ങി. കോട്ടയത്ത് പതിവ് പോലെ വിമതന്മാരുടെ വലിയൊരു നിര തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വരുമ്പോൾ, സ്ഥാനാർത്ഥികളെ പിൻവലിക്കാനുള്ള സമയം പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും കോൺഗ്രസിനും CPM-നും ഒപ്പം തന്നെ BJPക്കും ഒക്കെ റിബലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ റിബലുകൾ എന്നുള്ളതാണ്. ഏറ്റുമാനൂർ നഗരസഭയുടെ മാത്രം എടുത്താൽ 7 വാർഡുകളിലായി 8 വിമതന്മാരാണ് ഏറ്റുമാനൂരിൽ കോൺഗ്രസിനെതിരെ രംഗത്ത് നിൽക്കുന്ന, UDF-നെതിരെ രംഗത്ത് നിൽക്കുന്ന. ഇതിലൊരു വാർഡിൽ 2 വിമതന്മാരുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് 2, 11, 16, 19, 30, 33, 34 വാർഡുകളിലാണ് വിമത ശല്യം ഉള്ളത്.
കോട്ടയം നഗരസഭയുടെ മുൻ അധ്യക്ഷ, അതായത് നിലവിലെ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യനെതിരെ 53-ാം വാർഡിൽ വിമതൻ മത്സരിക്കുന്നു. പ്രേം എന്ന ആളാണ് മത്സരിക്കുന്നത്. അതൊരു ജനറൽ സീറ്റാണ്. ജനറൽ സീറ്റ് ആയിട്ടും ബിൻസി മാറിയില്ല എന്നത് അടക്കമുള്ള പ്രതിഷേധം ചൂണ്ടിക്കാട്ടിയാണ് അവിടെ മത്സരം നടക്കുന്നത്. ഏറ്റുമാനൂരിൽ 3 പേർക്കും വിമതൻ ഉണ്ട് എന്നുള്ളതാണ്. BJPക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും CPM-നും വിമതൻ ഉണ്ട്. 32-ാം വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി P. രാജീവ് വിമതൻ. ഇദ്ദേഹം മന്ത്രി VN വാസവനെ പുകഴ്ത്തി സംസാരിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് സീറ്റ് നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായത്. 11-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ ദേശാഭിമാനിയുടെ മുൻ ലേഖകൻ അവിടെ മത്സരിക്കുന്നുണ്ട്. മോഹൻദാസ് അവിടെ മത്സരിക്കുന്നുണ്ട്. ഫലത്തിൽ ഒരു സ്വതന്ത്രൻ എന്ന നിലയിലാണ് അവിടെ അദ്ദേഹം മത്സരിക്കുന്നത്. 34-ാം വാർഡിലാണ് BJPക്ക് സുരേഷ് വടക്കേടം എന്നയാൾ വിമതനായി മത്സരിക്കുന്നത് എന്നുള്ളത് ആണ് ശ്രദ്ധേയം. അവിടെ ജനറൽ സീറ്റാണ്, പക്ഷേ വനിത തന്നെ മത്സരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവിടെയും മത്സരം വന്നിരിക്കുന്നത്. പാലാ നഗരസഭയിൽ 19-ാം വാർഡിൽ മായ രാഹുൽ കോൺഗ്രസ് വിമതയായി മത്സരിക്കുകയാണ്. കരൂർ പഞ്ചായത്ത് 5-ാം വാർഡിൽ നിലവിലെ പഞ്ചായത്ത് അംഗം സ്മിത ഗോപാലകൃഷ്ണൻ വിമതയായി മത്സരിക്കുന്നുണ്ട്. ഐമനത്ത് 20-ാം വാർഡിൽ ഫലത്തിൽ ഒരു CPM CPI പോരെ എന്ന നിലയിൽ പറയാം. സിറ്റിംഗ് സീറ്റ് 20-ാം വാർഡ് CPIക്കുള്ളതായിരുന്നു. അവിടെ പക്ഷെ ജനതാദൾ എസിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ CPM കളത്തിലിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ സ്വതന്ത്ര രാജി ടീച്ചറാണ് അവിടെ അശ്വനി ദീപുവിനെതിരെ CPIയുടെ അശ്വിനി ദീപുവിനെതിരെ സ്വതന്ത്രയായി മത്സരിക്കുന്ന. ആർപ്പൂക്കര പഞ്ചായത്തിൽ 12-ാം വാർഡിലും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UDF വിമതനായി മത്സരിക്കുന്നുണ്ട്. എരുമേലിയിൽ ഏതാണ്ട് 4ഓളം ഇടത്ത് വിമതന്മാരുണ്ട്. UDFന് 2ഇടത്തും CPM-ന് ഒരിടത്തും വിമതരുണ്ട്. ഒപ്പം തന്നെ 3 നിലവിലെ ഒരു പ്രത്യേകത ബ്ലോക്ക് സീറ്റായിരുന്നു. ഇതിവിടെ ഔദ്യോഗിക വിമതനായി മത്സരിച്ച ആളെ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാൻലി മാണി അങ്ങനെ അവിടെ മത്സരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യമുള്ളത്, റെജിയം ഫിലിപ്പോസ് എന്ന ജില്ലാ പഞ്ചായത്ത് അംഗം പാമ്പാടിയിൽ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പാമ്പാടി ബ്ലോക്കിലെ മണർകാട് ഡിവിഷനിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ചാണ്ടിയുമൻ ഏകാധിപതിയാണ് എന്നൊക്കെ പ്രതികരണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മത്സരത്തിന് നോമിനേഷൻ നൽകിയത്. ഇന്ന് ഒടുവിൽ ചാണ്ടിയുമനുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിട്ടുണ്ട്. ഇതാണ് ഏതാണ്ടൊരു ചിത്രം. വിമതന്മാർ വ്യാപകമാണ് എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ കണക്കെടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് CPM-ൽ അടക്കം വിമതന്മാർ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പൊതുവിൽ ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് തന്നെ പറഞ്ഞു നിർത്തിയതുപോലെ എല്ലാ മുന്നണികൾക്കും വിമത ഭീഷണികൾ ഉണ്ട്, എല്ലാ പാർട്ടികൾക്കും വിമത ഭീഷണിയുണ്ട്. പക്ഷേ അത് കൂടുതൽ കോൺഗ്രസിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സംസ്ഥാനമൊട്ടുക്ക് അത് തന്നെയാണ് ഒരു ട്രെൻഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് വന്നാലും UDFന് 9 ഇടത്താണ് വിമതരുള്ളത്. മുൻ ഡെപ്യൂട്ടി മേയറും വിമത ഭീഷണി ഉയർത്തുന്നു. അനുനയ ശ്രമങ്ങൾ ഒന്നും തന്നെ അവിടെ ഫലം കണ്ടിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ കടമക്കുടിയിൽ നിന്ന് പത്രിക തള്ളിയ LC ജോർജ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ അതിൽ പത്രിക പിൻവലിക്കാത്ത എണ്ണങ്ങൾ എല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ വലിയ തിരിച്ചടി നേരിടുന്നത് എറണാകുളത്ത് കോൺഗ്രസിനാണ്, UDFനാണ്. ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അത് കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളമാണ്. ഏതാണ്ട് 10 ഇടങ്ങളിലാണ് UDFന് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും തന്നെ ഇതും കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ മുൻ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത്. ഇവരുമായി നടത്തിയ സമവായ ചർച്ചകളൊന്നും തന്നെയും ഫലപ്രദമായില്ല. അതുകൊണ്ട് ഇവരെല്ലാം മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷത. കഴിഞ്ഞ തവണ വിമതർ കൊണ്ട് മാത്രമാണ് ഭരണം നഷ്ടപ്പെട്ട UDFന് ഇത്തവണ തിരിച്ചു വരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതോടൊപ്പം തന്നെ വിമതരെ ഒഴിവാക്കാൻ നേരത്തെ തന്നെ ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയാക്കിയെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നതാണ് അവസാന നിമിഷത്തെ ഈ ചിത്രം വ്യക്തമാക്കുന്നത്. പ്രേംകുമാർ അടക്കം നേരത്തെ മുൻ ഡെപ്യൂട്ടി മേയറായിരുന്നു. അതോടൊപ്പം തന്നെ 2 തവണ കൗൺസിലറായിരുന്ന മാലിനി കുറുപ്പ്, മുൻ കൗൺസിലറായിരുന്ന ജോസഫ് അലക്സ്, മുൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു തുടങ്ങിയ വലിയ പട്ടികയാണ് വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരുടെ ആ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് ഇവരുമായിട്ട് പല ഘട്ടത്തിലും ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ചിലരുടെ നേരിട്ട് ചർച്ചകൾ നടത്തി. പക്ഷേ ഒന്നും തന്നെ അത് ഫലദായകമായില്ല. ഏതായാലും ഇവരെല്ലാവരും തന്നെ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു. ഇത്
കോൺഗ്രസിൻ്റെ UDFിൻ്റെ തന്നെ വിജയ സാധ്യതകളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിൽ നിലവിലിപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധി നേരിടുന്നത് കൊച്ചി കോർപ്പറേഷനിൽ UDFിന് തന്നെയാണ്. വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ എറണാകുളം ജില്ലയിൽ ഇടത് മുന്നണിക്കില്ല. പ്രത്യേകിച്ച് CPM എതിർ സ്ഥാനാർത്ഥി വിമതർ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. കാര്യമായ ഭീഷണികളില്ല. ചിലയിടങ്ങളിൽ പൊതു സ്വതന്ത്രർ ഉയർത്തുന്ന ചില ഭീഷണികളുണ്ട്. അവരുടെ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു. ചിലരെങ്കിലും പിൻവലിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യമായ വെല്ലുവിളികളില്ലാതെ പോകുമ്പോൾ NDAക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ വന്നിരിക്കുന്നത് 5 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇല്ല എന്നതാണ്. ഇത് BDJസിന് നൽകിയ സീറ്റാണ് എന്നതാണ് BJP പറയുന്നത്. ഇവർക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. വലിയ സാധ്യത BJPക്ക് ഇവിടെ കൽപ്പിച്ചിരുന്നതാണ്. കൊച്ചിൻ കോർപ്പറേഷനിൽ നിലവിൽ 5 സീറ്റുകൾ ഉള്ളതിനാൽ കൂടുതൽ സീറ്റുകൾ നേടാനെല്ലാം തന്നെ കഴിയുമെന്ന് വരുമ്പോൾ തന്നെയാണ് ഇത് NDAയുടെ ഒരു കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കൂടുതൽ സ്ഥാനാർത്ഥികളില്ല. ഇത് BDJസിൻ്റെ പോരായ്മയാണ് എന്ന് BJP ക്യാമ്പുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് മേക്ക് ഓവർ ചെയ്യാനായിട്ട് BJPയുടെ ഒരു സംവിധാനത്തിനും കഴിഞ്ഞില്ല എന്നൊരു വിമർശനവും തന്നെ പൊതുവായി തന്നെ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ജില്ലാ പഞ്ചായത്തിൽ കടമക്കുടി ഡിവിഷനിൽ നിന്ന് വന്നിരുന്ന സ്ഥാനാർത്ഥി എൽസി ജോർജിൻ്റെ സ്ഥാനാർത്ഥ്യം അത് പത്രിക തള്ളുന്നു. ഇതിൽ സമയത്തിന് പത്രിക സമർപ്പിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പത്രിക തള്ളിയത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അത് കൂടുതൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് തൻ്റെ പത്രികാ സമർപ്പണം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അനുവദിക്കാതിരുന്നതാണ് എന്നതാണ് ഇവരുടെ പരാതിയായി പറയുന്നത്. സമയത്തിന് മുൻപ് താൻ ഈ പത്രിക നൽകിയെന്നും എന്നാൽ അത് വാങ്ങാനുള്ള ഒരു സാവകാശം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നൽകിയിരുന്നില്ല. അത് വലിയ തിരിച്ചടിയായിരിക്കുന്നു. ഏതായാലും ഇത് നടപടികൾ ചോദ്യം ചെയ്ത് അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നാളെ തന്നെ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ജില്ലയിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ചിത്രം തെളിയുമ്പോൾ അതിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ വലിയ തിരിച്ചടിയാണ് UDFിന് കോൺഗ്രസിനെ നേരിട്ടിരിക്കുന്നത്. ഡാനിപോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും കൊച്ചിയിലെ സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി, നിലമ്പൂർ, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി നഗരസഭകളിൽ UDFിന് വിമത ശല്യം ഇപ്പോഴും നിലനിൽക്കുന്നു. UDFിന്റെ 9 പേര് പത്രിക സമർപ്പിച്ച പള്ളിക്കൽ 12ാം വാർഡ് കൂട്ടാലുങ്ങലിൽ 7 പേർ പിന്മാറിയ സാഹചര്യവുമുണ്ട്. ഇവിടെ KP സക്കീർ UDF സ്ഥാനാർത്ഥിയായി, നിലവിലെ വാർഡ് മെമ്പർ ലത്തീഫ് കൂട്ടാലുങ്ങൽ വിമത സ്ഥാനാർത്ഥിയായി കൂട്ടാലുങ്ങലിൽ മത്സരിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. അവിടെ നിന്ന് CB അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, മലപ്പുറത്ത് പലയിടത്തും സ്ഥാനാർത്ഥി പ്രളയം എന്ന് തന്നെ പറയാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഈ അവസാന ദിവസമൊക്കെ നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും ചർച്ചയായത് പള്ളിക്കലാണ്. കൂട്ടാലുങ്ങലിൽ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്താണ് ഇത്രയധികം ആളുകൾ മത്സര രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? ഏറ്റവും അവസാനത്തെ ചിത്രം മലപ്പുറത്ത് എന്താണ്? രേണുക, ഒരു വാർഡിൽ തന്നെ UDFിന്റെ 9 പേർ പത്രിക സമർപ്പിച്ചതാണ് കൂട്ടാലിങ്ങളിൽ വലിയ വിവാദമായതും വാർത്തയായതും. ഇതിൽ 7 പേർ പിന്മാറിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവിടുത്തെ നിലവിലെ മെമ്പർ അവിടെ വിമതനായി മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂട്ടാലിങ്ങളിലുണ്ട്. നിലവിൽ അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ നിലവിൽ തന്നെയുള്ള മെമ്പറാണ് അവിടെ മത്സരിക്കുന്നത്. KP സക്കീറാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ അവിടെ ലത്തീഫ് കൂട്ടാലുങ്കൽ വിമതനായി മത്സരിക്കുന്നു. അതേപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് വരികയാണെങ്കിൽ വളാഞ്ചേരിയിലും നിലമ്പൂരിലും തിരൂരങ്ങാടിയിലും പരപ്പനങ്ങാടിയിലും UDFിന് വിമതരുടെ ശല്യമുണ്ട്. ഇവിടെ നിലമ്പൂരിൽ 3 വാർഡുകളിൽ അവിടെ LDFിനും UDFിനും BJPക്കും വിമതരുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരൂരങ്ങാടിയിൽ നേരത്തെ തന്നെ PMA സലാമിൻ്റെ ലീഗ് സംസ്ഥാന PMA സലാമിൻ്റെ വാർഡിൽ വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവർ LDF പിന്തുണയ്ക്കുന്നു. അവിടെയും വിമതരുടെ ശല്യമുണ്ട്. അതുപോലെ തന്നെ പരപ്പനങ്ങാടി നഗരസഭയിലും 3 ഇടങ്ങളിൽ UDFിന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഈ പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ 2 ബ്ലോക്ക് ഡിവിഷനുകളിൽ വിമതരുടെ ഭീഷണി ഉണ്ടായിരുന്നു. വഴിക്കടവ് ബ്ലോക്കിലെ മണിമൂലി ഡിവിഷനിൽ വഴിക്കടവിൻ്റെ മുൻ
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ റെജി മാസ്റ്ററും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം വിമതനായി മത്സരിക്കുമെന്ന ഭീഷണിയോടെ അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. എടക്കര ബ്ലോക്ക് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി OT ജെയിംസിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഹുൽ ഹമീദ് മത്സരിക്കുന്നു വ്യക്തമായി. അദ്ദേഹം പത്രിക പിൻവലിക്കാൻ വിസമ്മതിച്ചു. ഏറ്റവും വിവാദമായിരുന്ന ചർച്ചകൾ നിറഞ്ഞിരുന്നത് പൊന്മുണ്ടം തന്നെയാണ്. പൊന്മുണ്ടത്ത് ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടിയതെന്ന് തന്നെ വ്യക്തമാണ്. അവിടെ ജനകീയ സഖ്യമായിട്ടാണ് ലീഗിനെതിരെ കോൺഗ്രസ് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടായിരിക്കും അവിടെ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. നന്നമ്പ്രയിലും UDFിലെ വിമതരുടെ 5 വാർഡുകളിൽ വിമത ശല്യമുണ്ട്. പെരുവണ്ണയിൽ UDF സഖ്യമില്ല. അവിടെ കോൺഗ്രസ് മത്സരിക്കാതെ വിട്ടുനിൽക്കുകയാണ്. ലീഗിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. പൊന്നാനിയിൽ CPI 2 വാർഡുകളിൽ CPMനെതിരെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെട്ടത്തൂരും മുതുവല്ലൂരും CPM പരസ്പരം മത്സരിക്കുന്നുണ്ട്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരിടത്ത് ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്നു. നടുവട്ടം ഡിവിഷനിലാണ് ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്നത്. അതുപോലെ തന്നെ വളാഞ്ചേരി നഗരസഭയിൽ കുറച്ചുകൂടി കൗതുകമുണ്ട്. അവിടെ സീറ്റ് നിഷേധത്തിനെ തുടർന്ന് നിലവിലെ കൗൺസിലർ ഉമ്മയെ വിമത സ്ഥാനാർത്ഥിയാക്കിയാണ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. നഗരസഭയിലെ സ്ഥിരം സമിതി ചെയർപേഴ്സണായ CM റിയാസാണ് 23-ാം വാർഡിൽ കാട്ടിപ്പരുത്തിയിൽ ഉമ്മ സുബേദെ ചങ്ങമ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ അതേപോലെ മലപ്പുറത്ത് മഞ്ചേരിയിലും ഇതേപോലെ തന്നെ വിമത നീക്കം ഇടതുപക്ഷത്തിന് തലവേദനയായിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിമതരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ UDFന് പുറത്തുള്ള സഖ്യങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആകെ നോക്കുമ്പോൾ LDFനും UDFനും വിവിധ ഇടങ്ങളിൽ വിമതരുടെ സാന്നിധ്യമുണ്ട്, വിമതരുടെ ശല്യമുണ്ട്. ഇതൊക്കെ എത്രത്തോളം UDFനും LDFനും തിരിച്ചടിയാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും എന്തായാലും ഫലം വരുന്ന അവസാന നിമിഷം വരെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, നമുക്കറിയാം. ചെറിയ വോട്ടുകളാണെങ്കിൽ പോലും അതിൻ്റെ മൂല്യം എത്രയാണ് എന്നതറിയാം. അവസാന നിമിഷം വരെ ആ സസ്പെൻസ് തുടരും. ഏതൊക്കെ തരത്തിൽ ഇത് പാർട്ടികളെ, മുന്നണികളെ ബാധിക്കുന്നു എന്ന് അറിയണമെങ്കിൽ കോഴിക്കോടേക്ക് പോയാൽ ഫറൂഖിലും കാരശ്ശേരിയിലും UDF വിമതർ പിന്മാറിയ ഒരു സാഹചര്യമാണ് കോഴിക്കോടുള്ളത്. കോർപ്പറേഷനിലെന്നാൽ UDFന് വിമതർ ഭീഷണി ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ മുൻ MP രമ്യ ഹരിദാസിന്റെ അമ്മ രാധ ഹരിദാസിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട്. രമ്യ ഹരിദാസിന്റെയും അമ്മയുടെയും കുടുംബവാഴ്ചയ്ക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നാണ് അനിത ന്യൂസ് 18നോട് പ്രതികരിച്ചത്. എൻ്റെ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണകളും എനിക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ആ സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ പിന്നെ എന്നെ ഡിക്ലെയർ ചെയ്തു. എനിക്ക് അഭിനന്ദനങ്ങൾ നേരും ചെയ്തു, എല്ലാം ചെയ്തു. പിന്നെ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് മാത്രമേ തരാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പാർട്ടിയിലുള്ള എല്ലാവരും എനിക്ക് പിന്തുണയാണെന്നും അവർ എൻ്റെ ഒപ്പം ഉണ്ടെന്നും UDFിൻ്റെ സംവിധാനത്തിൽ തന്നെ എന്നെ മത്സരിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. അപ്പം നമ്മൾക്ക് ആരെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പാർട്ടീൻ്റെ എല്ലാവരും തന്നെ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു റിബൽ മത്സരത്തിന് മുന്നോട്ട് വരാതെ നിൽക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ റിബലല്ലല്ലോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് സാധനം കിട്ടിയ ആളല്ലേ, ചിഹ്നം മാത്രമേ എൻ്റെ കയ്യിലേക്ക് തന്നിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു പ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ പാർട്ടിക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എന്നോട് ഇന്ന് വരെ ആരും പിന്മാറാൻ പറഞ്ഞിട്ടില്ല, ആരും വിളിച്ചില്ല. ഔദ്യോഗികമായിട്ട് പിന്മാറാൻ പോലും എന്നെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പാർട്ടിക്കാർക്ക് എന്നെ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറ്. MS അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. അനീഷ്, പൂവാട്ടുപറമ്പിൽ യഥാർത്ഥ സ്ഥാനാർത്ഥി താനാണ് എന്നതാണ് അനിത പറയുന്നത്. ചിഹ്നം മാത്രമേ ഇല്ലാത്തതുള്ളൂ, പാർട്ടിയുടെ മുഴുവൻ പിന്തുണയും തനിക്കാണ് എന്ന് പറയുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മറ്റിടങ്ങളിലെ സാഹചര്യം എങ്ങനെയാണ്? വിമത സ്ഥാനാർത്ഥികൾ വലിയ ഭീഷണിയാണോ UDFന്? രേണുക, ഈ അനിതയുടെ അവകാശവാദം മാത്രമല്ല, അനിത ചില ആരോപണങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ DCC ഓഫീസിന് മുന്നിൽ രമ്യ ഹരിദാസിന്റെ അമ്മ രാധ ഹരിദാസ് മണ്ണെണ്ണ വെച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ഭീഷണി മുഴക്കി. ഇതേ തുടർന്ന് KPCC നേതൃത്വം ഇടപെട്ടാണ് രാധയ്ക്ക് സീറ്റ് നൽകിയത്. കഴിഞ്ഞ 2 തവണ രാധ മത്സരിച്ചതാണ്. അതിനു മുമ്പ് രമ്യ ഹരിദാസ് മത്സരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണ തനിക്കാണെന്ന് അവർ പറയുന്നു. നമ്മൾ രാധ ഹരിദാസിനെ ബന്ധപ്പെട്ടപ്പോഴും അവർ എവിടെയാണ് പ്രചരണം നടത്തുന്നത്
എന്ന് പോലും മാധ്യമങ്ങളോട് പറയാൻ തയ്യാറാവുന്നില്ല. എന്നാൽ പ്രാദേശിക നേതാക്കളുടെ പലരുടെയും പിന്തുണ ഈ അനിതയ്ക്കുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമായാണ്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും UDF ഈ വിമത ഭീഷണി വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ 2 ഇടത്താണ് നിലവിൽ വിമതർ മത്സരിക്കുന്നത്. ഒന്ന് ഏറെ ശ്രദ്ധേയമായ കല്ലായി ഡിവിഷൻ, സംവിധായകനായ VM വിനു മത്സരിക്കാൻ എത്തിയ ഡിവിഷനാണ്. അദ്ദേഹത്തിന് വോട്ടില്ലാത്തതിനെ തുടർന്ന് മത്സരരംഗത്തു നിന്നും പിന്മാറി. പിന്നീട് ബൈജു കാളകണ്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക പ്രവർത്തനായ സുദീപ് എന്നയാളാണ് റിബലായി മത്സരിക്കുന്നത്. ഒപ്പം ചാലപ്പുറം ആദ്യം തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായ ഇടമാണ് ചാലപ്പുറം. CMPക്ക് സീറ്റ് വിട്ടു നൽകിയതിനെ തുടർന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രാജിവെക്കുകയും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റായിരുന്ന അയൂബിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അദ്ദേഹം മത്സരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിൽഫ്രഡ് എന്ന അവരുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ഒപ്പം അൽഫോൺസ് എന്ന സിറ്റിംഗ് കൗൺസിലറായിരുന്ന ആൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. റംലത്ത് എന്ന മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് കൗൺസിലർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ഏറ്റവും അധികം റിവൽ തലവേദനയുള്ള ഇടങ്ങളിലൊന്ന് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭാഗമാണ്. ഇവിടെ കാരശ്ശേരിയിൽ ഏതാണ്ട് 5 സ്ഥാനാർത്ഥികളാണ് പത്രിക UDFിൻ്റെതായി പത്രിക നൽകിയത്. അതിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി സുഹൈബ് ഇപ്പോൾ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് 2 പേർ പത്രിക പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ മുഹമ്മദ് ദിഷാലും ഷാനിബും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ 3 പേരുണ്ട്. 2 റിബൽ സ്ഥാനാർത്ഥിമാർ അവിടെ ഉണ്ട്. അവിടെ തന്നെയാണ് പൂവാട്ടുപറമ്പിൽ ഈ രാധാ ഹരിദാസിനെതിരെ മത്സരമുണ്ടായിരിക്കുന്നത്. വടകര നഗരസഭയിലെ 2ാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഫൈസലിനെതിരെ ഈ വീരഞ്ചേരി ശാഖാ പ്രസിഡന്റ് BC നാസർ മത്സരരംഗത്ത് നിൽക്കുന്നു. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് കുറ്റ്യാടി ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ചാലക്കണ്ടി മനോജ് എന്നയാൾ വിമതനായി മത്സരിക്കുന്നുണ്ട്. വേളം പഞ്ചായത്തിലെ ചെറുകുന്ന് വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മഠത്തിൽ ശ്രീധരനെതിരെ PK ചന്ദ്രൻ വിമതനായി മത്സരിക്കുന്നുണ്ട്. ഒപ്പം തിരുവമ്പാടി പഞ്ചായത്തിലെ എഴുപുന്നക്കലിൽ ടോമി കൊന്നക്കൽ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിതിൻ പല്ലാട്ട് റിബൽ സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്നു. ഇങ്ങനെയാണ് നില. മറുവശത്ത് CPI തർക്കമുണ്ടായിരുന്ന നാദാപുരത്തെ 1ാം വാർഡിൽ തർക്കങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. CPI സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും CPM സ്ഥാനാർത്ഥി ഔദ്യോഗികമായി മത്സരിക്കുകയും ചെയ്യുന്നു. ഇടച്ചേരി പഞ്ചായത്തിലും വിമത സ്ഥാനാർത്ഥി ആയി നിന്നയാളിപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആയിരിക്കുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചാൽ പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും 2-3 മുന്നണികളിലും കണക്കെടുക്കുമ്പോൾ താരതമ്യേന കോൺഗ്രസിലും അല്ലെങ്കിൽ UDFിനും തന്നെയാണ് വിമത ശല്യം. പക്ഷേ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ വലിയൊരളവ് ഒരു വിമത ശല്യം കുറയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമുണ്ട്. സനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇനി കാസർഗോഡേക്ക് പോയാൽ കാസർഗോഡും UDFിനും LDFിനും ഒരുപോലെ വിമത ശല്യമുണ്ട്. ദേലമ്പാടി പഞ്ചായത്തിലെ 13ാം വാർഡായ അടൂരിൽ CPM സ്ഥാനാർത്ഥിയും വിമതനും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുകയാണ്. കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച സാഹചര്യം അവിടെ നിൽക്കുന്നു. കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിനെതിരെ 5 വിമതരാണ് രംഗത്തുള്ളത്. NA നെല്ലിക്കുന്ന് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമതരുമായി സമവായ ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടിട്ടില്ല. KV ബൈജു ആണ് അവിടെ നിന്ന് വിവരങ്ങളുമായുള്ളത്. ബൈജു, പലതരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ നടത്തി നോക്കിയതാണ്, നടന്നിട്ടില്ല. ലീഗിനാണ് ഏറ്റവും വലിയ ഭീഷണി കാസർഗോഡിനെ സംബന്ധിച്ച് ഉള്ളത്. എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ? പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയാകുമ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDFിനും LDFിനും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്നു വിമതന്മാർ എന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും കൗതുകരമായ മത്സരം നടക്കുന്നത് ദേലമ്പാടി 13ാം വാർഡിലെ അടൂരിലാണ്. ഇവിടെ CPM സ്ഥാനാർത്ഥിയും വിമതനും നേർക്കുനേർ മത്സരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകത. അതായത് CPMലെ ചന്ദ്രശേഖരനെതിരെ വിമതനായ രത്തൻ കുമാറാണ് മത്സരിക്കുന്നത്. ഇവിടെ BJPയും അതുപോലെ തന്നെ UDFും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് കാസർഗോഡ് നഗരസഭയിലാണ്. മുസ്ലിം ലീഗിന്റെ അഭിമാന പോരാട്ടം നടക്കുന്ന കാസർഗോഡ് നഗരസഭയിലാകട്ടെ 5 വിമതരാണ് മുസ്ലിം ലീഗിനെതിരെ ഇത്തവണ മത്സരിക്കുന്നത്. അത് ബാങ്കോട്ടും അതുപോലെ തന്നെ തളങ്കരിയും ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള മത്സരം നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ BJPയാണ് 2ാം സ്ഥാനത്തുള്ളത്. 7 അംഗങ്ങളുടെ കുറവിലാണ് ഇവർ തമ്മിൽ ഉള്ള വ്യത്യാസം. അത് 2 വിമതർ കൂടി നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ 5 വിമതരാണ് ഇത്തവണ മുസ്ലിം ലീഗിന്റെ തലവേദനയായി കാസർഗോഡ് നഗരസഭയിൽ മത്സരിക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ ഭരണം വരെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന രീതിയിലാണ് വിമത ശല്യം കാസർഗോഡ് നഗരസഭയിൽ ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസ്റ്റ് ഏരിയയിലും ഇത്തരത്തിൽ വിമതർ മത്സരിക്കുന്നു എന്നാണ് UDFിലെ വിമതർ
മത്സരിക്കുന്നു എന്നാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. വിമതർക്ക് പിന്തുണയായി BJP ആയാലും UDF ആയാലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയാകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും UDFയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു പോരാട്ടം, അത്തരത്തിലുള്ളൊരു പോരാട്ടമായി രംഗത്തിറങ്ങുമ്പോഴാണ് വിമതരുടെ വലിയ ശല്യമുണ്ടാകുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആ ഒരു വിമത ശല്യം അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അവരുടെ പ്രചാരണം നേരത്തെ തന്നെ തുടക്കം കുറിച്ചു എന്നതാണ് അതിൽ മറ്റൊരു കൗതുകകരമായ കാര്യം. ഇത്തരത്തിൽ വിമതരുടെ ഒരു വലിയ ഒരു ഇത്തരത്തിലുള്ള ലീഗ് UDFനും അതുപോലെ തന്നെ LDFനും ഇത്തവണ ഉണ്ട് എന്ന് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ കാര്യമാവുന്നത്. നിലവിൽ 3 നഗരസഭകളിൽ നീലേശ്വരവും കാഞ്ഞങ്ങാടും LDFനാണ്. കാസർഗോഡ് മാത്രമാണ് UDFനുള്ളത്. മുസ്ലിം ലീഗ് അംഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 6ൽ 4ഉം LDFനാണ്. പഞ്ചായത്തുകളിലേക്ക് വന്നാലും 19 ഇടത്താണ്, 38ൽ 19 ഇടത്താണ് LDF ഉള്ളത്. LDFന് സകല മേഖലകളിലും മേൽക്കൈയാണ്. ഇത്തവണ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഈ പ്രശ്നം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായത്. അത് DCC ഓഫീസിലെ കയ്യാങ്കളിയിലേക്ക് വരെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാലും വളരെ കൗതുകകരമായ മത്സരമാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ വിമതർ കാഴ്ചവെക്കുന്നതെന്നാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിൽ KV ബൈജു കാസർഗോട്ടെ സാഹചര്യങ്ങളാണ് വിശദീകരിച്ചത്. എന്തായാലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്ത് തന്നെയുണ്ട്. ഏറ്റവും അവസാനം പത്രിക പിൻവലിക്കേണ്ടുന്ന സമയം പൂർണ്ണമായി കഴിയുമ്പോൾ പോലും എന്താകും ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്നത് നമുക്ക് ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കാത്തിരിക്കാം. എന്തായാലും വീറും വാശിയേറിയ പോരാട്ടത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് സ്വർണ്ണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,470 രൂപ, പവന് 91,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,485 രൂപ, പവന് 75,880 രൂപ. വെള്ളി ഗ്രാമിന് 165 രൂപ, കിലോയ്ക്ക് 1,65,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. നാട്ടിലോട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.